ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്നത്തെ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന്റെ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് സ്റ്റോക്ക് വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വന്നതിൽ കുറച്ച് ബാലൻസ് നമുക്ക് പ്ലാന്റ്സ് ഒരു 10-15ഓളം പ്ലാന്റ്സ് നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. ഇപ്പൊ ഈ ക്ലിയറൻസ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സെയിൽ ചെയ്യുന്നത്. പിന്നെ എടുത്തു അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാന്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്ലാന്റ്സോ ഒരിക്കലും ഡാമേജ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒടിഞ്ഞതോ അഴുകിയതോ അങ്ങനെ തരത്തിലുള്ള ഒരു പ്ലാന്റ്സും അല്ല. ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നേരത്തെ വന്നിട്ടുള്ള പ്ലാന്റ്സ്, പിന്നെ ഇതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല, പക്ഷെ എല്ലാത്തിലും നല്ല ഭംഗിയിൽ ലീവ്സും ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആണ്. അതേപോലെ നല്ല കോഡക്സ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ ഫുള്ളി ചെക്ക് ചെയ്ത് ഹെൽത്തി ആണെന്ന് ഉറപ്പ് വരുത്തുന്ന പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ അയക്കുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മൾ അയക്കുന്ന സമയത്ത് നമ്മൾ തോന്നുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ പ്ലാന്റ് നമ്മൾ അയക്കത്തില്ല. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ഞാൻ പ്ലാന്റ്സ് ഉള്ളത് കുറച്ച് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ഈ ക്ലിയറൻസ് സെയിലുള്ള അഡീനിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ പിക്ചേഴ്സ് ഇട്ട് തരും. പിക്ചേഴ്സിൽ നിങ്ങൾക്ക് ഇത് നമുക്ക് വന്ന സമയത്ത് ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു, ആ ഫ്ലവർ അല്ലെങ്കിൽ ബഡ്സ് കാണും, അതിന്റെ ഫോട്ടോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു തരത്തിലുള്ള ആ കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കും നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സൈസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്ലാന്റ്സ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓരോ പ്ലാന്റിന്റെ ഫോട്ടോയും അതേപോലെ ഫ്ലവേഴ്സിന്റെയും ബഡ്സിന്റെയും കളറൊക്കെ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രം ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഹെൽത്തി ആണോ അല്ലയോ എന്ന് കാണിക്കാൻ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പ്ലാന്റ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്ലാന്റ് വരുന്നത്. ഇതിന്റെയൊക്കെ കോഡക്സ് അതേപോലെ 2 ബ്രാഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ കളർ വരുന്നത് ഒരു റെഡ് കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇതിന്റെ കളർ ഷെയ്ഡ് കൃത്യമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ്. ഇതിന് ഒരു വൈറ്റും അതേപോലെ തന്നെ ഓഫ് വൈറ്റിൽ ഒരു പർപ്പിൾ കളർ ഷെയ്ഡാണ് ഇതിന്റെ ബോർഡറിൽ വന്നിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ്സിന്റെ സൈസ് ആയിട്ട്. നമ്മൾ ക്ലിയറൻസ് സെയിൽ ആണെന്ന് പറഞ്ഞിട്ട് പ്ലാന്റ്സിന്റെ ക്വാളിറ്റിക്ക് ഒരു തരത്തിലുള്ള കുറവും ഇല്ല. നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വേറൊരു പ്ലാന്റ്. അപ്പൊ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാം കേട്ടോ. പിന്നെ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ വാങ്ങി ട്രൈ ചെയ്യണം. ഇതിന്റെ കളർ ഒന്നും ഒരു വിഷയമല്ല. ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം, ക്ലിയറൻസ് സെയിലൊക്കെ ആയതുകൊണ്ടിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്ലാന്റ്. അപ്പൊ ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമായിരിക്കും നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിലെല്ലാത്തിലും ബ്രാഞ്ചസ് ഒക്കെ ഒരുപാടുള്ള രീതിയിലുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ നമ്മുടെ മുമ്പത്തെ സെയിൽ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാണ്, ഇതെല്ലാം ഗ്രാഫ്റ്റഡ് അഡീനിയംസ് ആണ്. മൾട്ടി പെറ്റൽസ് ഉണ്ട്, ചിലതിൽ സിംഗിൾ പെറ്റൽസ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് പിങ്ക് കളറിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിങ്ക് കളറ് അങ്ങനത്തെ കുറെ പ്ലാന്റ്സ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഇത് ഒരു പിങ്ക് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഏതോ ഒരു പിങ്ക് കളറാണ്. ഇതിന്റെയൊക്കെ ഫ്ലവറിന്റെ ഒക്കെ ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുമ്പത്തെ സെയിൽ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയണം, നമ്മൾ മുമ്പ് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് 325 രൂപയാണ്. ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് 290 രൂപയാണ് നമുക്ക് വരുന്നത്. നമ്മൾ പ്ലാന്റ്സ് വിത്ത് പോട്ട് വേണമെന്നുള്ളവർക്ക് വിത്ത് പോട്ട്, വിത്തൗട്ട് പോട്ടാണെങ്കിൽ വിത്തൗട്ട് പോട്ട്, എങ്ങനെയാണോ വേണ്ടത് നമ്മൾ അങ്ങനത്തെ രീതിയിൽ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിത്ത് പോട്ട് അയക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാര്യം പറയുന്നത്. വിത്ത് പോട്ട് അയക്കുമ്പോഴത്തേക്കും നമ്മുടെ DTDCയിൽ നമ്മൾ ബോക്സിന്റെ വെയിറ്റ് വെച്ചിട്ട് മാത്രം ആയിരിക്കത്തില്ല കൊറിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബോക്സിന്റെ വോളിയം വെച്ചിട്ടായിരിക്കും. അപ്പോൾ വിത്ത് പോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ രീതിയിലുള്ള കൊറിയർ ചാർജ് വരാം കേട്ടോ. നമുക്ക് വിത്തൗട്ട് പോട്ട് ആകുമ്പോഴത്തേക്ക് അത്രയ്ക്ക് വരത്തില്ല. നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും പ്ലാന്റ്സ് അയക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും അയക്കാം. അപ്പൊ റേറ്റ് ഒന്നുകൂടെ പറയാം, 290 രൂപയാണ് വരുന്നത്. നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒന്നിലും പൂക്കളില്ല. പിന്നെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിൽ പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്തത്. പൂക്കളില്ല എന്ന് ആരും പരാതി പറയരുത്. നമ്മൾ വീഡിയോയിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്. വീഡിയോ
സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. ഇതിലൊന്നും പൂക്കളില്ല, നമ്മൾ അയച്ചു തരുമ്പോഴും ഇതിലൊന്നും പൂക്കളില്ല. ഈ പ്ലാന്റ്സിലൊക്കെ മൊട്ടുകൾ വരുന്നതേ ഉള്ളൂ. നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് കഴിയുമ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബഡ്സുകൾ ഉണ്ടായി വരും. പിന്നെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്ന സമയത്ത് ചിലപ്പോൾ ഇലകൾ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അഡീനിയം പ്ലാന്റ്സ് പൊതുവെ അങ്ങനെയാണ്, നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് ഇതിന്റെ 1-2 ഇലകളൊക്കെ പഴുത്തു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചില സമയം റീപോർട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്തും അഡീനിയം പ്ലാന്റ്സിന്റെ ലീവ്സ് പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു 2 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പ്ലാന്റ്സിന്റെ ലീവ്സ് പുതിയതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ. റേറ്റ് 290 രൂപയാണ്. പുതിയതായിട്ടൊക്കെ അഡീനിയം പ്ലാന്റ്സ് വാങ്ങി പരീക്ഷിക്കണം എന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ക്ലിയറൻസ് സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.